മഴതോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ടോണി രണ്ടും കൽപ്പിച്ച് ഷെറിൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറി ചെല്ലുകയാണ്. അപ്പം റോയിച്ചാനാണെങ്കിൽ ആദ്യം ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഒരു വർഷം കഴിഞ്ഞ് അവൻ വന്നേക്കാണ്, ഇപ്പം എന്തിനാ ഷെറിനെ കാണുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാണാൻ സമ്മതിക്കത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ടോണി പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഈ വിവരം അറിയിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പം ലീഗലി എൻ്റെ ഭാര്യയാണ് ഷെറിൻ. അപ്പം എനിക്ക് ഷെറിനെ കാണാനുള്ള അനുവാദമുണ്ട്. അപ്പോൾ റോയിച്ചൻ പറഞ്ഞുകൊണ്ട്, പോലീസിനെ ഒന്നും കാണിച്ച് നീ ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കല്ലേ, ഞങ്ങളും കുറേ പോലീസുകാരെ കണ്ടിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ടോണി പറയാണ്, പോലീസുകാർ മാത്രമല്ല, പഞ്ചായത്ത് മെമ്പർ, നാട്ടുകാരെയൊക്കെ ഞാൻ വിളിച്ചു കൂട്ടാം. എന്നിട്ട് കാര്യം ഞാൻ പറയാം, ഞാൻ എന്തിനാ ഇവിടെ ഷെറിനെ കൊണ്ടാക്കിയെന്നുള്ള കാര്യം കൂടെ ഞാൻ അവരോട് പറയാം എന്ന് ടോണി പറയാണ്. ഇത് കേൾക്കുമ്പോൾ റോയിച്ച ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ആൻസി പറയുന്നുണ്ട്, ടോണി ഷെറിനെ കാണാൻ വന്നേല്ലേ, കണ്ടിട്ട് പോട്ടെ, നമ്മളെന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണ്. വാ ടോണിയെ ഞാൻ ഷെറിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം ഷെറിനാണെങ്കിൽ മുറിയിൽ ഇങ്ങനെ അടച്ചു കൂട്ടിയിരിക്കുകയാണ്. അപ്പം ഷെറിൻ വിളിച്ചിട്ടാണെങ്കിൽ ആൻസി വിളിച്ചിട്ട് ഷെറിൻ തുറക്കുന്നില്ല. അവസാനം ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഷെറിൻ കഥ തുറക്കുവാണ്. അങ്ങനെ ടോണിയെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലും ബഹളമാണ്. എന്നെ കളഞ്ഞിട്ട് പോലെ ടോണി ചായ, ഇനിയും എന്നെ കളഞ്ഞിട്ട് പോലെ, എനിക്ക് ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല, ഇവരൊക്കെ പറയുന്നത് എനിക്ക് ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ടോണിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. ടോണിക്കാണെങ്കിൽ ഷെറിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണമെന്നുണ്ടായിരുന്നു, അത്രയ്ക്കും കരച്ചിലായിരുന്നു ഷെറിൻ. അപ്പം അതുപോലെ തന്നെ ടോണിക്കും നല്ല സങ്കടം വരുന്നുണ്ട്. ഇതൊക്കെ കണ്ടിരിക്കുന്ന ആൻസിക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പം ടോണിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോഴും ഷെറിൻ പറയുന്നുണ്ട്, ഇനി എന്നെ കളഞ്ഞിട്ടൊക്കെ പോവല്ലേ എന്ന് പറയാണ്. ടോണിച്ചാൻ പോകുമ്പോഴേ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ ഷെറിൻ പറയുന്നുണ്ട്. അപ്പം ടോണി ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ടോണി പറയാണ്, ഞാനിവിടെ ഇരിക്കാം എന്ന് പറയാണ്, എന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരുങ്ങട്ടെ, എനിക്ക് ടോണിച്ചായൻ്റെ കൂടെ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഷെറിനാണെങ്കിൽ ഓടിപ്പോയി കുറേ ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഡ്രസ്സ് നോക്കിയെടുത്ത് പോകാനായിട്ട് റെഡിയാവുകയാണ്. എന്നിട്ട് ചുരിദാറൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുവാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം വരികയാണ് ടോണിക്ക്. ഷെറിൻ്റെ സന്തോഷമൊക്കെ കാണുമ്പോൾ ടോണിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പം ഷെറിൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ ടോണിച്ചായൻ കരയുന്നതെന്ന് ചോദിക്കുകയാണ്. ഏയ് ഒന്നുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഉടനെ ഷെറിനെ പിടിച്ചിരുത്തിയിട്ട് ടോണി ചോദിക്കുന്നുണ്ട്, ഷെറിൻ്റെ കുഞ്ഞിനെക്കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷെറിൻ പെട്ടെന്ന് വല്ലാതാവുന്നുണ്ട്. ആ കുഞ്ഞ് ഇപ്പം എവിടെയാണെന്ന് വല്ല അറിയാവോ എന്ന് ചോദിക്കുകയാണ്. അതെനിക്കറിയത്തില്ല ടോണി ചായ, അത് ഇച്ചായന്മാർക്കും അപ്പച്ചനും മാത്രമേ അറിയത്തുള്ളൂ, എനിക്കറിയത്തില്ല, എവിടെയാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് ഷെറിൻ പെട്ടെന്ന് വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ടോണിയാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് ആൻസി ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ടോണി വന്നത് ഈ കാര്യം ചോദിക്കാനാണെന്ന് ആൻസിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ആൻസി ആണെങ്കിൽ നേരെ റോയിച്ചിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ റോയ് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പം പെട്ടെന്ന് ടോണിക്ക് ഷെറിനെ കാണണമെന്നൊരു താല്പര്യം വന്നത്, കാര്യം എന്തായിരിക്കും? ഒരു വർഷമായിട്ട് ഒരനക്കവും ഇല്ല, ഒരു ഫോൺ കോളോ ഒന്ന് കാണണമെന്ന് തോന്നിയിട്ടില്ല, ഇപ്പം എന്തായിരിക്കും പെട്ടെന്ന് കാണണമെന്ന് തോന്നിയത് എന്നിങ്ങനെ റോയിച്ചൻ ആൻസി അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ആൻസി ഒന്നും മിണ്ടായിരിക്കുകയാണ്. നീ കേട്ടില്ലേ, അവൻ എന്തോ അവളോട് സംസാരിക്കുന്നതിനൊക്കെ നീ കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ കേട്ടായിരുന്നു. എന്താ ചോദിച്ചത്? അത് ആ കുഞ്ഞിനെക്കുറിച്ചാണ് ടോണി ചോദിച്ചത്. ആ കുഞ്ഞിനെക്കുറിച്ച് ഇവൻ എന്തിനറിയാനാ, ഇവൻ എന്താ അറിഞ്ഞിട്ട് എന്താ സാധിക്കാനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും എനിക്കറിഞ്ഞൂടാ, പക്ഷേ കുഞ്ഞ് എവിടെയാണോ എന്ന് അറിയാവോ എന്ന് ഷെറിൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ കേട്ടെന്ന് ആൻസി പറയാണ്. എന്നിട്ട് അന്നേരം റോയിച്ചൻ ചോദിക്കുകയാണ്, അവളെന്തോ പറഞ്ഞ്, എനിക്കറിയത്തില്ല, ഇച്ചായന്മാർക്കേ അറിയത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം റോയിച്ചൻ പറയാണ്, അതുപോലെ തന്നെ അവൻ വന്ന കാറിൽ മറ്റാരൊക്കെയോ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അന്ന് എറണാകുളത്തുനിന്ന് വന്നേ ഉണ്ടല്ലോ ഷെറിനെ ആദ്യം കല്യാണം ആലോചിച്ചത്, ഇതിന് മുമ്പ് ഒരു വട്ടം ഇവിടെ വന്നായിരുന്നല്ലോ, അവർ ആ കാറിനകത്തുണ്ട്, അവരുമായിട്ടാണ് ഇവൻ വന്നേക്കുന്നതെന്ന് പറയാണ്. അപ്പം ഇവന് ആ കുഞ്ഞ് എവിടെയാണെന്നറിയണം, അതിന് വേണ്ടിയാണ് ഇവൻ വന്നതെന്ന് നമ്മുടെ റോയിച്ചൻ ആൻസിയെടുത്ത് പറയാണ്. ഈ സമയത്ത് പുറത്താണെങ്കിൽ എന്താണെന്നൊന്നും അറിയാതെ നമ്മുടെ മാമച്ചനും ഗ്രേസിയും രേവതിക്കുട്ടിയും കൂടെ ഇരിക്കുമ്പോഴാണ് ഒരു ജീപ്പ് കൊണ്ട് നിർത്തുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് റോയിച്ചൻ ആൽബിയെ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെ ടോണി വന്നെന്നും എത്രയും പെട്ടെന്ന് ആൽബിച്ചൻ വീട്ടിലോട്ട് വരണമെന്നും. അപ്പം ആൽബിയുടെ കൂടെ അപ്പച്ചനും കൂടെ ആണ് വരുന്നത്. അങ്ങനെ ജീപ്പ് കൊണ്ട് നിർത്തുമ്പോൾ അതിൽ നിന്ന് ഒരു പ്രായമുള്ള ഒരാൾ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മുടെ മാമച്ചൻ പറയാണ്, ആ ഇറങ്ങുന്നതാണ് ഷെറിൻ്റെ അപ്പൻ. അതിനുശേഷം അയാൾ ആ കിടക്കുന്ന കാറിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അകത്തേക്ക് കയറി പോവാണ്. കൂടെ ആൽബിയും ഉണ്ട്. ഈ സമയത്ത് അകത്താണെങ്കിൽ നമ്മുടെ ടോണിയുടെ കൂടെ പോവാൻ ഷെറിൻ റെഡിയാവുകയാണ്. റെഡിയായിട്ട് പറയാണ്, ഞാൻ റെഡിയായി ടോണിച്ചായ, ഇനി നമുക്ക് പോകാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ ടോണി പറയുന്നുണ്ട്, ഞാൻ പിന്നെ ഒരു ദിവസം വന്ന് ഷെറിനെ കൊണ്ടുപോകാം. അത് പറ്റത്തില്ല, എനിക്ക് ടോണിച്ചായൻ്റെ കൂടെ ഇപ്പം വന്നേ പറ്റത്തുള്ളൂ, ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കത്തില്ല, ഇനി ടോണിച്ചായൻ്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞ് ഓടി വന്ന് ടോണിയുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ഞാൻ പിന്നെ വരാം, ഞാൻ ഉറപ്പായിട്ടും വരാം, ഒരു കാര്യം ചെയ്യ്, എന്നെങ്കിലേ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഈ ചായമാരുടെ സംസാരിച്ചിട്ട് വന്നിട്ട് നിന്നെ കൊണ്ടുപോകാമെന്ന് പറയാണ്. അത് ഓക്കെ, അത് ഞാൻ സമ്മതിച്ചെന്ന് പറയണം. അങ്ങനെ ടോണി പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത്
അപ്പച്ചനും ആൽബിയും ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ടോണിയെ കാണുമ്പോഴത്തേക്ക് നീ എന്താടാ ഇവിടെ വന്നതെന്ന് ആൽബി ചോദിക്കുകയാണ്. അപ്പോൾ ടോണി വന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ വന്ന്, എനിക്കെന്താ എൻ്റെ ഭാര്യയെ കാണാൻ വന്നൂടെ എന്ന് ചോദിക്കുകയാണ്. ഒരു വർഷത്തിന് മുമ്പ് നീ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചില്ലേ, ഇനി എന്തിനാ നീ കാണുന്നതെന്ന് ചോദിക്കുകയാണ്. അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് ഇപ്പോഴും ലീഗലി എൻ്റെ ഭാര്യയാണ് ഷെറിൻ, അപ്പോൾ എനിക്ക് ഷെറിനെ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളോടത്ത് ചോദിക്കാനാണ് വന്നത്. അന്ന് ഷെറിൻ പ്രസവിച്ച ആ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞിപ്പോൾ എവിടാ? അതിപ്പം ജീവിച്ചിരിപ്പുണ്ടോ? അതിനെ കൊന്ന് തള്ളിയോ അതോ എല്ലാവരും കൂടെ? ഇത് ഷെറിൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. കാരണം ഷെറിനാണെങ്കിൽ ടോണിയോട് പോകാൻ വേണ്ടി പുറത്തേക്ക് വന്നേ. അപ്പം ആൻസി അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ആൽബിയും റോയിച്ചനും അതുപോലെ അപ്പച്ചനും അങ്ങ് വല്ലാതാവുന്നുണ്ട്. ഞാൻ ചോദിച്ചിട്ടില്ലേ ആ കുഞ്ഞെന്തിയെ, ഷെറിൻ്റെ കുഞ്ഞെന്തിയെ, ഷെറിൻ്റെ കുഞ്ഞിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കണം. അത് നീ എന്തിനാടാ അറിയുന്നതെന്ന് ആൽബി ചോദിക്കുകയാണ്. അപ്പം ഞാൻ അറിയണമല്ലോ എൻ്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞ് ഇപ്പം എവിടെയാണെന്നും അത് ജീവിച്ചിരിപ്പുണ്ടോയെന്നും ഞാൻ അറിയുന്നതിന് എന്താ കുഴപ്പം? ഞാൻ അറിയുന്നതിന് ഒരു കുഴപ്പമില്ല എന്ന് ടോണി പറയാണ്. അതുകൊണ്ട് എനിക്കറിയണം ആ കുഞ്ഞ് എവിടെയാണെന്ന്. ഇപ്പം നിന്നോട് പറയാൻ സൗകര്യമില്ലെന്നും പറഞ്ഞ് ആൽബി ദേഷിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ ആൻസി അവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇനിയും വരുന്നുണ്ട്, എനിക്കറിയണം ആ കുഞ്ഞ് എവിടെയാണെന്ന്. അതോ നിങ്ങൾ കൊന്നു തള്ളിയോന്ന് അറിയണ്ടേ? അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെക്കുറിച്ച് അറിയാൻ ഇനിയും ഞാൻ വരുമെന്ന് പറഞ്ഞ് ടോണി അങ്ങ് പോവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഷെറിനാണെങ്കിൽ ഓടി പുറത്തേക്ക് പോകാനായിട്ട് ഓടുവാണ് ടോണിയുടെ കൂടെ പോകാൻ. അപ്പോഴത്തേക്കും നമ്മുടെ ആൻസി പിടിച്ചെടുത്തുന്നുണ്ട്. അപ്പം ഷെറിൻ പറയുന്നുണ്ട്, വീട് ആൻസി ചേച്ചി, എനിക്ക് പോകണം, എനിക്ക് ടോണി ചായൻ്റെ കൂടെ പോകണം, എനിക്ക് പോകണം എന്ന് പറഞ്ഞ് ബഹളം വെക്കുവാണ്. ഇത് ടോണി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. എന്നാലും ആൻസി വിടുന്നില്ല. ആൻസി ആണെങ്കിൽ പിടിച്ച് മുറിയിലേക്ക് ഇട്ടിട്ട് കഥ അങ്ങ് പൂട്ടുവാണ്. അകത്ത് കിടന്ന് ഷെറിൻ അങ്ങ് ഭയങ്കര ബഹളം കഥ തുറക്കാൻ വേണ്ടി. എന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ആൻസിക്കാണെങ്കിൽ നല്ല വിഷമം വരുന്നുണ്ട്. പക്ഷേ ഷെറിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ടോണിയുടെ കൂടെ പോകാൻ ബഹളം വെക്കും. ടോണി കൊണ്ടുപോകത്തില്ലെന്നും എല്ലാവർക്കും അറിയാം. അങ്ങനെ ഷെറിൻ കിടന്ന് ബഹളം വെക്കുവാണ്. പെട്ടെന്ന് തന്നെ ടോണി പുറത്തേക്ക് ഭയങ്കര സങ്കടത്തോടെ ഓടി വന്ന് കാറിൽ കയറുകയാണ്. ഈ സമയത്ത് അകത്താണെങ്കിൽ റോയിച്ചൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അവൻ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. അവൻ ആ കുഞ്ഞിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. ആ എറണാകുളത്തുകാർ ടോണിയെയും പൊക്കിക്കൊണ്ട് വന്നതാണ് ആ കുഞ്ഞിനെക്കുറിച്ച് അറിയാൻ. അവർക്ക് ആ കുഞ്ഞിനെ ഇപ്പം വേണമെന്ന് തോന്നുന്നു, അതിനു വേണ്ടിയാണ് വന്നത്. അതിന് ഷെറിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അറിയാൻ പറ്റുമോ എന്നാണ് അറിയാനാണ് ടോണി ഇപ്പം വന്നതെന്ന് നമ്മുടെ റോയിച്ചൻ പറയുകയാണ്. അതിനാണോ വന്നത്? അങ്ങനെ വിടാൻ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അപ്പച്ചനും ആൽബിയും റോയിച്ചാനും ഓടി പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. അപ്പോഴത്തേക്ക് ടോണി വന്ന് കാറിൽ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അപ്പം ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട്, എന്താ ടോണി? ഒന്നുമില്ല എന്നും പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുമ്പോഴാണ് ഇവർ മൂന്നുപേരും വരുന്നത്. നേരെ ടോണിയുടെ അടുത്ത് വന്നിട്ട് പറയാണ്, ഓഹോ, നീയാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഷെറിനെ കാണാൻ വന്നത് ആ കുഞ്ഞ് എവിടെ ഉണ്ടെന്ന് അറിയാനാണോ എന്ന് അപ്പച്ചൻ ചോദിക്കുകയാണ്. ആ കുഞ്ഞ് എവിടെയാണെന്ന് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. നിങ്ങളാണോ ഇവനെയും കൂടെ കൂട്ടി ഇങ്ങോട്ട് വന്നത്? ഇവൻ വഴി എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെക്കുറിച്ച് അറിയാം എന്ന് ആശിച്ചാണോ ഇങ്ങോട്ട് വന്നത്? ഒരിക്കലും നിങ്ങൾ അറിയാൻ പോകുന്നില്ല എന്ന് ഗ്രേസിയമ്മയുടെ അടുത്തും മാമച്ചൻ്റെ അടുത്തും അപ്പച്ചൻ പറയുകയാണ്. എന്നിട്ട് ടോണിയുടെ അടുത്ത് പറയാണ്, ഇനി നീ ഈ വീട്ടിലേക്ക് ഷെറിനെ കാണാമെന്ന് പറഞ്ഞ് വന്നു പോകലെന്ന് പറയുകയാണ്. പ്രശ്നങ്ങൾ വീണ്ടും ഗുരുതരമാവാതിരിക്കാൻ മാമച്ചൻ പറയുന്നുണ്ട്, ടോണി നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കാറും എടുത്തങ്ങ് പോവാണ്. ടോണി ആകപ്പാടെ വിഷമത്തെയാണ്. കാരണം ഷെറിനെ കണ്ടപ്പോഴത്തേക്ക് ആ പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു. മാത്രമല്ല ഷെറിൻ കടന്ന് ബഹളം വെക്കുന്നതൊക്കെ ടോണി ആകപ്പാടെ തകർത്തിരിക്കുന്നു. ഈ സമയത്ത് കൊല്ലപ്പള്ളിയിലാണെങ്കിൽ ഒരു തരത്തിൽ വീട്ടിലേക്ക് വരാൻ വൈജ തയ്യാറാവുന്നില്ല. അങ്ങനെ മക്കളെല്ലാവരും കൂടെ സംസാരിക്കാൻ ചെന്നിരിക്കുകയാണ് വൈജയെടുത്ത്. ആ സമയത്ത് ശിവശങ്കരനും ചെല്ലുന്നുണ്ട്. അപ്പം മുറിയിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ബബിത പറയുന്നുണ്ട്, അമ്മേ നമുക്ക് വീട്ടിലേക്ക് പോകാം, അമ്മ ഇങ്ങനെ വാശി പിടിച്ചിരിക്കാതെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ വൈജ പറയുന്നുണ്ട്, എനിക്ക് വാശിയൊന്നുമല്ല, അവൾ ആ വീട്ടിൽ നിന്ന് പോയാൽ മാത്രമേ ഞാൻ തിരിച്ച് ആ വീട്ടിലേക്ക് വരത്തുള്ളൂ, അതെൻ്റെ തീരുമാനമാണെന്ന് വൈജ പറയുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, നീ ഇങ്ങനെ വാശി പിടിക്കാതെ, എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഒരു പരിഹാരമില്ല, അവൾ ആ വീട്ടിൽ നിന്ന് പോകണം, ബാലചന്ദ്രൻ എന്നെ വന്ന് വിളിക്കണം, എന്നാൽ മാത്രമേ തിരിച്ച് ഞാൻ ആ വീട്ടിലേക്കുള്ളെന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിനാ ഇത്രയും ദേഷ്യം അലീന ചേച്ചി അമ്മ എന്തോ ചെയ്ത്, അമ്മയ്ക്ക് അങ്ങോട്ട് വന്നൂടെ, ചേച്ചി പോയാലേ വരത്തുള്ളൂ എന്നും പറഞ്ഞ് ഇത്ര വാശി പിടിക്കുന്ന എന്തിനാന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ പറയാണ്, അതെൻ്റെ വാശി തന്നെയാണ്, അവൾ പോയാലേ ഞാൻ ആ വീട്ടിലേക്ക് വരത്തുള്ളൂ, പിന്നെ ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോകാമെന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, വെറുതെ സമയം പാഴാവത്തേ ഉള്ളൂ, ഞാൻ വരത്തില്ല എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിത പറയുന്നുണ്ട്, അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്, വലിയ കഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തിരിച്ച് ആ വീട്ടിലേക്ക് വരണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുക, സ്കൂളിലും കോളേജിലൊക്കെ പോകാൻ നോക്ക്, എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ട എന്ന് പറയാണ്. അപ്പോൾ ബബിത വീണ്ടും പറയുന്നുണ്ട്, അമ്മ വാ എന്ന് പറയുകയാണ്. അപ്പം വൈജ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തീരുമാനം, ഇനി ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകും, അല്ലെങ്കിൽ ഞാൻ വരണമെങ്കിൽ അവൾ ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയുകയാണ്. ഈ സമയത്ത് അലീന അവിടുന്ന് ആ മുറിയിലേക്ക് വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പോകാം എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഞെട്ടി ഇങ്ങനെ തിരിഞ്ഞ് നോക്കുവാണ്. അപ്പം അലീന അങ്ങോട്ട് വരികയാണ്, ഞാൻ
പോകാം, ഞാൻ പോകാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ മാഡത്തിനോട് ഒരു 2 ആഴ്ച സമയം ചോദിച്ചപ്പം മാഡം എനിക്ക് 2 ആഴ്ചത്തെ സമയം പോലും തന്നില്ല. ഞാൻ പോകാം, എത്രയും പെട്ടെന്ന് തന്നെ പോകാം. ഒരു 3-4 ദിവസം കൂടെ മതിയെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ വൈജ പറയാണ്, പിന്നെ ഇനി ഞാൻ നിന്നെ വിശ്വസിക്കാനോ? ഞാൻ പല സമയത്ത് ഞാൻ നിന്നെ വിശ്വസിച്ചതാണ്. പക്ഷേ അതൊക്കെ കേട്ട് വിശ്വസിച്ച് ഞാൻ മാത്രം മണ്ടിയായി. നിൻ്റെ സ്വഭാവം മാറുന്നെന്ന് എനിക്കറിയാലോ. ഇനി ഞാനത് വിശ്വസിക്കത്തില്ല. നിന്നെ കുടിച്ച വെള്ളത്തിൽ ഞാൻ വിശ്വസിച്ചതാണ്. നീ പെരും കള്ളിയാണ്. അതുകൊണ്ട് നീ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ ഇങ്ങനെ കടിച്ചു തൂങ്ങി കിടക്കുന്നതെന്ന് പറയാണ്. അപ്പം നമ്മുടെ അലീന പറയുന്നുണ്ട്, എനിക്കൊരു 3-4 ദിവസം കൂടെ മതി, അത് കഴിയുമ്പോൾ ഞാൻ ഇറങ്ങിക്കോളാം. ഇനി നിന്നെ വിശ്വസിക്കുന്ന ഒരു പരിപാടി എനിക്കില്ല. നീ ആ വീട്ടിൽ നിന്ന് പോകണം, അതിന് ശേഷം ഞാൻ അങ്ങോട്ട് വരുത്തോളൂ എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയുന്നുണ്ട്, വൈജെ നീ വാശി പിടിക്കാമെന്ന് പറയാണ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ശിവേട്ടനൊന്നും മിണ്ടായിരിക്കേ, ഇവിടെ വാക്ക് ആര് കേൾക്കാനാ? ഇവള് മഹാകള്ളിയാന്ന് ഞാൻ പറഞ്ഞില്ലേ? സ്വന്തം തള്ള പോലും ഇവളെ ഉപേക്ഷിച്ചത്. ഏതെങ്കിലും ഒരുത്തി പിഴച്ച് പ്രസവിച്ച് ഉപേക്ഷിച്ചായിരിക്കും ഇവളിങ്ങനെയാണെങ്കിൽ ഇവിടെ തള്ള എങ്ങനായിരിക്കും എന്ന് വൈജ പറയണം. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അലീനയ്ക്ക്. അതുകൊണ്ട് ഇങ്ങനെ ഒരു പെരുങ്കള്ളിയുടെ വാക്ക് ഞാൻ വിശ്വസിക്കത്തില്ല, ഇവിടെ ആ വീട്ടിൽ നിന്ന് പോകണമെന്ന് പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീന സങ്കടത്തോടെ വൈജടുത്ത് പറയാണ്, ഒരാൾ ഒരു കത്തി കൊണ്ട് ദേഹത്ത് പോറിക്കഴിഞ്ഞാൽ ആ മുറിവ് പതുക്കെ ഉണങ്ങും, പക്ഷേ വാക്കുകൊണ്ടുള്ള മുറിവ് ഒരിക്കലും ഉണങ്ങത്തില്ല, അത് നെഞ്ചിലിങ്ങനെ നീറി തന്നെ ഇരിക്കും എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അപ്പോൾ വൈജയാണെങ്കിൽ ദേഷിച്ചിങ്ങനെ അലീനയെ നോക്കുകയാണ്.